ആന്റി, കല്യാണി ദേ ചെമ്പരത്തിയോട് സംസാരിച്ചോണ്ട് നിൽക്കുവാ. അവൾക്ക് കുറച്ച് ലൂസ് ഉണ്ടെന്നാ തോന്നുന്നേ. ലൂസ് അവൾക്കല്ല. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇടി, അവള് നമ്മളെ കളിപ്പിച്ചിട്ട് പച്ചപ്പാവം നടിക്കുന്നതാ. പണ്ട് അവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോ കയ്യിൽ ഒരു ചെമ്പരത്തി ഉണ്ടായിരുന്നു. അവളും അവളുടെ പൂങ്കണ്ണീരും ആ ചെമ്പരത്തിയും. ഇന്ന് ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കും. നീ വന്നേ. കൊള്ളാം, പറഞ്ഞിട്ട് കേൾക്കാതെ ഞങ്ങളെയും തള്ളി എറിഞ്ഞിട്ട് നീ ഇവിടെ വന്നിരിക്കല്ലേ? ഞങ്ങളെ തള്ളിയിട്ട് കൊല്ലാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോടി? അതന്നെ, തൃച്ചംബരത്തെ വിലാസിനെ ആന്റിയെ അടുക്കളക്കാരെ തള്ളിയിട്ട് ഓടാന്ന് വെച്ചാ ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഇവളാര്? ഭദ്രകാളിയോ? കൊല്ലാനും കൊല വിളിക്കാനും ഒക്കെ? അയ്യോ, ഞാൻ തള്ളിയതല്ല മാഡം, മൃദുവായതുകൊണ്ട്. മതി മതി നിന്റെ അഭിനയം. ഈ ചെമ്പരത്തിക്ക് കൊടുക്കുന്ന മര്യാദ പോലും നീ എന്നോട് കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് നിന്റെ ഈ ചെമ്പരത്തി ഞാൻ ഇവിടുന്ന് പറിച്ചറിയാൻ പോവാ. ആദ്യം അത് വേണം നശിക്കാൻ. അയ്യോ വേണ്ട മാഡം, കാല് പിടിക്കാം. എന്റെ ചെമ്പരത്തിയെ പിഴുതെറിയരുത്. അത് കൊള്ളാലോ. നിന്റെ ചെമ്പരത്തിയോ? ഇത് ഞങ്ങളുടെ വീട്. ഇവിടെ വളരുന്ന ഓരോ പുല്ലും പുൽച്ചെടിയും ഞങ്ങൾക്ക് സ്വന്തം. അവളുടെ ഒരു ചെമ്പരത്തി പോലും. ഇന്ന് ഈ ചെമ്പരത്തി നിന്റെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പോയാലേ നാളെ ഈ വീടും കാറും ഒക്കെ നിന്റെയാണെന്ന് പറയല്ലോടി. അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ ആ അർത്ഥത്തിലൊന്നും പറഞ്ഞതല്ല മാഡം. ഇപ്പൊ കണ്ടില്ലേ, മനസ്സിലുള്ളതേ വായിൽ വരൂ. നിന്റെ മനസ്സിൽ നിറയെ അങ്ങനെയുള്ള ചിന്തകളാ. അതുകൊണ്ട് ഇനി ഈ ചെമ്പരത്തി ഇവിടെ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാഡം, ചെമ്പരത്തി ഒന്നും ചെയ്യരുത് മാഡം. കൈവിടടി, കൈവിടാൻ. മാഡം, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ മാഡം. ദയവ് ചെയ്ത് ചെമ്പരത്തി ഒന്നും ചെയ്യരുത്. നിന്റെ നിലവിളി കേട്ട ആരെ കൊല്ലാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ. മാറി ഇങ്ങോട്ട്. അരുത് മാഡം, അത് പൂ തരുന്നു എന്നല്ലാതെ ഒരു പാപം ചെയ്തിട്ടില്ല. അതിനുണ്ട് മാഡം ജീവനും മനസ്സും ഒക്കെ. അതുകൊണ്ട് ചെമ്പരത്തി ഒന്നും ചെയ്യരുത് പ്ലീസ് മാഡം, പ്ലീസ്. ഓഹോ, മാറടി. മാറാനല്ലേ പറഞ്ഞേ? മാഡം മാറടി ഇങ്ങോട്ട്. എന്താടി ഞാൻ പറഞ്ഞ ഒരു വിലയില്ലാത്തത്? ഇങ്ങോട്ട് മാറടി. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? ഞാൻ പറയുന്നത് ഒരു കാര്യം ഞാൻ എത്ര പ്രാവശ്യം പറയുന്നത്? നിൽക്കാനല്ലേ? ഇങ്ങോട്ട് മാറി നിക്കടി. വേണ്ട. അവരുടെ ചെമ്പരത്തി. അടങ്ങി നിൽക്കാൻ വീട്. ഇളയമേ, എന്താ ഇവിടെ? എന്താ ഇവിടെ? അത് ആനന്ദേ ഒന്നുമില്ല. ജയന്തി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാ. അപ്പോ അവൾ ഈ ചെമ്പരത്തി പൂ കല്യാണിയോട് ചോദിച്ചു. കല്യാണിയാണെങ്കിൽ പൂ കൊടുക്കില്ല എന്ന് ഒരേ വാശിയും. അപ്പൊ ഞാൻ പറിച്ചു തരാന്നും പറഞ്ഞ് ഇവളെയും വിളിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അത്രേ ഉള്ളൂ അല്ലേ ജയന്തി? അതെ ആനന്ദേട്ടാ, പൂ പറിക്കാൻ വന്നതാ, അല്ലാതെ ആന്റി ചെടി പിഴുതെറിയാൻ നോക്കിയൊന്നും അല്ല. ഇളയമേ, പൂ പറിക്കാനായിട്ട് ചെടിയുടെ അടിയിൽ കൈവയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കല്യാണിയുടെ കണ്ണീര് കാണുമ്പോ തന്നെ അറിയാം ഇളയമ ശ്രമിച്ചത് പൂ പറിക്കാനല്ല, ആ ചെമ്പരത്തി പിഴുതെറിയാനാണെന്ന്. ഇളയമ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഈ ചെമ്പരത്തി ഇളയമയ്ക്ക് എന്ത് ദോഷോ ചെയ്തത്? അയ്യോ, അങ്ങനെയൊന്നും അല്ല ആനന്ദേ. എനിക്ക് ഇളയമ നന്നായിട്ട് അറിയാം. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഇളയമെന്ന് പോയേ. ജയന്തി ഇന്ന് പൂവില്ലാതെ അമ്പലത്തിൽ പോയാൽ മതി. അയ്യോ അല്ല മോനെ, അത് ഒരു പിന്നെയില്ല.
പോവാൻ പറഞ്ഞാ പോണം. വെറുതെ എന്റെ മൂഡ് കളയരുത് പ്ലീസ്. വാ. ഒരുപാട് നന്ദിയുണ്ട്. അല്ലു കുഞ്ഞ് വന്നില്ലായിരുന്നെങ്കിൽ ഈ ചെമ്പരത്തി നിന്റെ ജീവനാണെന്ന് എനിക്ക് അറിയാൻ കല്യാണി. ഇനി ഇളയമ അത് ആവർത്തിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. യു ക്യാരി ഓൺ. നടക്കട്ടെ കാര്യങ്ങള്. യുടെ പേരിലാണോ നവഗ്രഹ പൂജ നടത്തിയത്, അയാൾ പൂജയ്ക്ക് ശേഷം 9 പ്രാവശ്യം നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കണം. ശനിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ 9 പ്രാവശ്യം നവഗ്രഹ പ്രദക്ഷിണം നടത്തിയാൽ ശനിദേവൻ ശനിയുടെ ഭാരങ്ങൾ പ്രദക്ഷിണം വയ്ക്കുന്നവരുടെ മുകളിലേക്ക് ഇടുമെന്നാണ് വിശ്വാസം. ഈ നവഗ്രഹ പൂജ കഴിയുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറി മകൻ മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തും. അല്ല, ആളെ കണ്ടില്ലല്ലോ ഇതുവരെ. ഇപ്പൊ എത്തും. മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഒഫീഷ്യൽ കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഫ്രഷായി വന്നുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് ഇപ്പൊ എത്തും.
ആന്റി, എനിക്ക് നല്ല വിശപ്പ്. ഞാൻ അതിൽ നിന്ന് 2 പഴം എടുത്ത് തിന്നട്ടെ. എന്റെ അമ്മ, എന്തൊരു കഷ്ട. ഒന്ന് മിണ്ടാതിരിക്കടി നീ. നമസ്കാരം. നമസ്കാരം. ആളെത്തിയല്ലോ. എന്നാ പൂജ തുടങ്ങിയാലോ? തുടങ്ങാൻ തിരുമേനി. വരൂ, അങ്ങോട്ടിരുന്നോളൂ. ഓം ഭാസ്കരായ വിദ്മഹേ മഹാദിതികരായ ധീമഹി തന്നോ ആദിത്യ പ്രചോദയാത്. സൂര്യനെ മനസ്സിൽ ധ്യാനിച്ച് തൊഴുത് പൂവ് വിഗ്രഹത്തിലേക്ക് അർപ്പിക്കുക. അങ്ങോട്ട് കൊടുത്തോളൂ. മാഡം, ആ ഫോൺ. കൃഷ്ണേട്ടാ, ഒരു ഇമ്പോർട്ടൻറ്റ് കോളാ. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചിട്ട് വരാം. ആ ശരി, ആയിക്കോട്ടെ. തിരുമേനി, കല്യാണിക്ക് കൂടി നവഗ്രഹ പൂജ ചെയ്യണമെന്ന് അവിടുന്ന് പറഞ്ഞിരുന്നു. ഇത് കഴിയുമ്പോ കല്യാണിക്ക് കൂടി ചെയ്താലോ? അതിനെന്താ, ചെയ്യാലോ. നവഗ്രഹ പൂജ രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേകം ചെയ്യണമെന്നൊന്നുമില്ല. തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ കുട്ടിയോട് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞോളൂ. ഓ, അങ്ങനെയാണോ? കല്യാണി ഇരിക്കും. ഈ വീട്ടിലെ മറ്റ് ജോലിക്കാരെ പോലെ നീയും ഒരു ജോലിക്കാരി മാത്രം. അത് ഓർമ്മ വേണം എപ്പോഴും. അവനവന് എന്താണെന്നും ഏതാണെന്നും അറിഞ്ഞ് പെരുമാറിയാൽ കൂടുതൽ കാലം തുടരാം. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നും നിന്റെ സ്ഥാനം തൃച്ചംബരത്തെ കോമ്പൗണ്ടിന് പുറത്തായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇരുന്നോ കല്യാണി. ഇരിക്കാൻ. കുട്ടി ഇരിക്കൂ. എന്താ പറഞ്ഞാൽ അനുസരിക്കില്ല നീ? ഇരിക്കാൻ. ഈ പുഷ്പങ്ങൾ അങ്ങോട്ട് കൊടുത്തോളൂ. ഏട്ടാ, ഏട്ടൻ ഇതെന്ത് പറ്റി? ഇവക്ക് നവഗ്രഹ പൂജ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? ആനന്ദിന്റെ കൂടെ ഇരുത്തി തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇതിലൊരു കുഴപ്പവും കാണുന്നില്ല. രണ്ടുപേരും ജപിക്കുന്നത് ഒരേ മന്ത്രമല്ലേ? പല സ്ഥലങ്ങളിലും ഒത്തിരി പേർ ഒരുമിച്ചാണ് ഈ നവഗ്രഹ പൂജയിൽ പങ്കെടുക്കാറ്. അതറിയോ നിങ്ങൾക്ക്? നീ ഇവിടെയും തുടങ്ങി. നിനക്കെന്താ ഇവിടെ പ്രശ്നം? വെറുതെ ആവശ്യമില്ലാത്തടത്തൊന്നും കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? അങ്ങോട്ട് പോയി നിൽക്ക്. ആ, ചെല്ലേ.
ഇനി രണ്ടുപേരും ചേർന്ന് കയ്യിലിരിക്കുന്ന പുഷ്പം അങ്ങോട്ട് അർപ്പിക്കുക. എങ്ങനെയെങ്കിലും ഈ നശിച്ചവളുടെ നവഗ്രഹ പൂജ മുടക്കാൻ നോക്കിയപ്പോ അവളെ ആനന്ദിനൊപ്പം ഇരുത്തി പൂജ ചെയ്യിക്കുന്നു. കൊള്ളാം, നീ പൂജ ചെയ്ത് തുടങ്ങിക്കോ. പക്ഷേ നീ ഇത് പൂർത്തിയാക്കില്ല. സമ്മതിക്കില്ല ഞാൻ. നിന്റെ ഈ യാഗം മുടക്കാൻ ഞാനിപ്പോ ഒരു ബ്രഹ്മാസ്ത്രം തൊടുത്തുവിടാൻ പോവാ. തടയാമെങ്കിൽ തടഞ്ഞു നീ. ആന്റി, ആന്റി, നിക്കവിടെ. എന്താടി? ആന്റി, ഞാനും വരുന്നു. ദേ, നിനക്കറിയോ, മതം പൊട്ടി നിൽക്കുന്ന ആനയാ ഞാൻ. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ട് നിന്നില്ലെങ്കിൽ ചവിട്ടി താഴ്ത്തിക്കളയും ഞാൻ. നീ പോയി ആ പൂജ നടക്കുന്നിടത്ത് പോയി നിൽക്ക്. പോടി. സോറി മിസ്റ്റർ ധനപാലൻ, ഞാൻ നിങ്ങളുമായി ബിസിനസ് ചെയ്യുന്നത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ഇത്ര നാളും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പോളിസി മാറ്റണമെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാ. ചേച്ചി, ഓക്കെ, നിങ്ങളൊരു ക്യാരക്ടറുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. നോ, ഗവൺമെന്റിനത് ക്ലറിക്കൽ എറർ എന്ന് പറഞ്ഞു രക്ഷപ്പെടാം. പക്ഷെ വാട്ട് അബൌട്ട് us? ചേച്ചി പ്ലീസ്. കോടികളാണ് അതിൽ എന്റെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ്. കോടികൾ. അത് നിങ്ങൾ മറക്കരുത്. ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഏയ്, അതൊന്നും ഒരു ന്യായമല്ല. സ്ഥിരം കസ്റ്റമേഴ്സിനെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ലത്. അത് മറന്നേക്കോ പ്ലീസ്. ചേച്ചി, ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തടി? ഞാൻ ഫോൺ ചെയ്യുന്നത് നിനക്ക് കാണാൻ വയ്യേ? ശല്യം. ചേച്ചി, അത് ഒരു പ്രധാന കോളിലാണ് ഞാനിപ്പോ. നീ പോ. ചേച്ചി, ഞാനും ഒരു പ്രധാന കാര്യം പറയാനാ വിളിച്ചത്. വെറുതെ ഡിസ്റ്റർബ് ചെയ്യാതെ പോടി. നോ മിസ്റ്റർ ധനപാലൻ, ഇനി ഒരു കോംപ്രമൈസിനും ഞാനില്ല. വേണമെങ്കിൽ ഒരു 3 ദിവസം സമയം തരാം. അത് കഴിഞ്ഞ പിന്നെ കമ്പനി വക്കീലുമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. ദിസ് ഈസ് മൈ ഫൈനൽ ഡിസിഷൻ. ഡിസ്റ്റർബ് ചെയ്യാതെ പോ എന്നല്ലേ? അഖിലാണ്ടേശ്വരി, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ കുലമഹിമയും അന്തസ്സും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഒരു കൊച്ചു കൊടുങ്കാറ്റുണ്ടാക്കാൻ പോവാ ഈ വിലാസിനി. ഇപ്പതേ ഇവിടെ വെച്ച് കണ്ടോ നീ? അങ്ങോട്ടെങ്ങനെ മാറിയെന്ന് ഫോൺ എടുത്തൂടെ? ചെല്ല്.
എന്താ ആന്റി? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ആ അഖിലാണ്ടേശ്വരിക്ക് നമ്മളൊരു തിരിച്ചടി കൊടുക്കാൻ പോവാ. പ്രതീക്ഷിക്കാതെ ഒരു ആക്രമണം, സർജിക്കൽ അറ്റാക്ക്. നിന്റെ അവസാന